ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തി ഇറാന്റെ ഡ്രോൺ ആക്രമണം. UAE, സൗദി അറേബ്യ, കുവൈത്ത് എന്നിവിടങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണ ശ്രമം നടന്നു. ദുബായിലെത്തിയ ഡ്രോണുകൾ തകർത്തതായും റിപ്പോർട്ടുകൾ. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായി US. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനടുത്തെത്തിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിവരങ്ങളുമായി നീത നാരായണൻ ചേരുന്നുണ്ട്. നീത, ഇപ്പോൾ യുദ്ധം തുടരുക തന്നെയാണ്. ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമമൊക്കെ നടന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ളൊരു സൂചന അത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ? രമ്യ, യുദ്ധ സാഹചര്യം 21-ാം ദിവസവും പിന്നിടുകയാണ്. ഇപ്പോഴും ഗൾഫ് മേഖലയിലെല്ലാം ഒരു യുദ്ധഭീതി പടർത്തിക്കൊണ്ട് തന്നെ ഇറാന്റെ ഡ്രോൺ ആക്രമണം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സൗദി അറേബ്യ, കുവൈത്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇറാന്റെ ഒരു ഡ്രോൺ ആക്രമണ ശ്രമം നടന്നിട്ടുണ്ട്. അതിൽ ദുബായിൽ ഉണ്ടായിരുന്ന ഡ്രോൺ ആക്രമണ ശ്രമത്തെ തകർത്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും യുദ്ധ സാഹചര്യം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ ഇതുമായി ബന്ധപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഒരു തീരുമാനമുണ്ടാക്കിയിരുന്നു. ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു സൂചനയൊക്കെ തന്നെയാണ് ഇന്നലെയും ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇത്തരത്തിലുള്ളൊരു പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നു എന്നുള്ള തരത്തിലാണ് US-ന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ലക്ഷ്യങ്ങളിലേക്ക് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഹോർമസ് കടലിടുക്കിൽ US സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് അത് ഉപയോഗിക്കുന്നവർ സംരക്ഷിക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അതായത് ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു US എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ US ആണ് ഈ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ എത്തിച്ചത് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നലെ ഇസ്രായേൽ ആ ആരോപണത്തെ എല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമൊക്കെ നെതന്യാഹു നടത്തിയതുമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.